ഹായ് ഓൾ, മോം സ്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റം തയ്യാറാക്കുന്ന കാണിക്കാനായിട്ട് ഒരു അറബിക് ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഡെസേർട്ടിലേക്ക് ആദ്യം നമുക്ക് കസ്റ്റേർഡ് ആണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 കപ്പ് പാല് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലൊഴിച്ച് ഞാൻ തരികളില്ലാതെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാല് നന്നായി ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കസ്റ്റേർഡ് അല്ലെങ്കിൽ ഈ ഡെസേർട്ടിന് ലൈറ്റ് മധുരമേ ഉള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി പഞ്ചസാര ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമ്മുടെ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയാറില്ലേ, അത് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിഠായി മേറ്റ് ചേർക്കുകയാണെങ്കിലും നല്ലതാട്ടോ, അതിന് കുറച്ചുകൂടെ മധുരം കൂടുതലായിരിക്കും. അപ്പം ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കണ്ടൻസ്ഡ് മിൽക്ക് മൊത്തം പാലിൽ നല്ലോണം ഒന്ന് മിക്സായി വരുന്നവരെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. അതിനുശേഷം നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തവി വെച്ച് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോയിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഒരു 2 തുള്ളി വാനില എസെൻസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏലക്കപ്പൊടി ഉണ്ടല്ലോ, അതൊരു നുള്ളി ചേർത്താലും മതി കേട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുന്നു എന്ന് തോന്നുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. എനിക്ക് അങ്ങനെ നല്ലോണം സോഫ്റ്റായ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളയാത്തത്. സോഫ്റ്റ് കൺസിസ്റ്റൻസി ഇഷ്ടപ്പെടുന്നവർ സൈഡൊക്കെ നമ്മൾ ആ ബ്രൗൺ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ സ്ക്വയർ പീസോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ പീസോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഡെസേർട്ട് ഐറ്റം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ ഈ പീസുകൾ ഒന്ന് അടുക്കി നിരത്തി കൊടുക്കുക കേട്ടോ. ഒരു ലെയർ ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ഉണ്ടല്ലോ, ആ കസ്റ്റേർഡ് സിറപ്പ് അങ്ങോട്ട് മുകളിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സ് ആണ് കുറച്ച് ചേർക്കാനുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂ നട്ടും ആൽമണ്ടും പിന്നെ കുറച്ച് നമ്മുടെ സാധാ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതും കൂടെയാണ്. ചെറിയ ഉണക്കമുന്തിരിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്യുക. പീനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അതും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ കസ്റ്റേർഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ ബാക്കിയുള്ള പീസ് അടുത്തൊരു ലെയർ പോലെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മുടെ കസ്റ്റേർഡ് മിൽക്ക് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ബ്രെഡും ഒന്ന് മുങ്ങി സോഫ്റ്റ് ആവുന്ന തരത്തിൽ നമ്മളൊന്ന് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. സെയിം പ്രോസസ്സിൽ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് ഇത് നമ്മുടെ കസ്റ്റേർഡ് അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഈ 2 ലെയറും കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് നമ്മൾ ടോപ്പിംഗ് ചെയ്യുന്നത് നമ്മുടെ ഫ്രഷ് ക്രീം വെച്ചിട്ടാണ്. ഫ്രഷ് ക്രീം ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ, ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രഷ് ക്രീമാണ്. ആ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ടോപ്പിങ്സ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വിപ്ഡ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഉള്ളവർ അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രഷ് ക്രീമാണ് ഇവിടെ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള നട്ട്സുകളുണ്ടല്ലോ അത് ഈ ഫ്രഷ് ക്രീമിന് മുകളിലേക്കായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു 1 അവർ 1 മണിക്കൂറോ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വെക്കണം. അപ്പം തന്നെ നല്ല
അടിപൊളിയായിട്ട് ആ ബ്രെഡൊക്കെ നന്നായി കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഐറ്റം, നമ്മുടെ അറബിക് ഡെസേർട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ മധുരത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മധുരം കൂടുതൽ ആവശ്യമുള്ളവർ പഞ്ചസാരയുടെ അളവ് കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യുക. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അത് പ്രസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.